ഹലോ എവ്രിവൺ, ഷാഡോ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രൂപ്പ് ഡിയെ പറ്റിയിട്ടാണ്. ഗ്രൂപ്പ് ഡിയുടെ ഷെഡ്യൂൾ വന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. 17 നവംബർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സാം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് 8 സെപ്റ്റംബറാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 70 ദിവസം അടുപ്പിച്ച് എക്സാമിനുണ്ട്. പോട്ടെ, നിങ്ങളൊരു 60 എടുത്താലും മതി. 2 മാസം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കിട്ടുകയാണ്. ഓക്കെ, 2 മന്ത്സ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ. ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് നമുക്ക് വരുന്ന 30 മാർക്കിനാണ്. ഓക്കെ, 30 മാർക്ക് റീസണിങ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് റീസണിങ്ങിനാണ് ഈ എക്സാമിന്, ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്. അതിനുശേഷം നമുക്ക് സയൻസ് ആണ്, പിന്നെ അതിനുശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സയൻസും മാത്സും ആണ്. രണ്ടിനും ഒരേ വെയിറ്റേജ് ആണ്, 25-25 വെച്ചിട്ടാണ്. 80 മാർക്ക് ഇത് മൂന്നും കൂടെ കവറായി. റീസണിങ്, സയൻസ്, മാത്സ് മൂന്നും കൂടെ 80 മാർക്ക് അവിടെ തന്നെ കവറായി. ഓക്കെ, ബാക്കി വെറും 20 മാർക്കിനാണ് നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള വലിയ വലിയ സബ്ജക്റ്റുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി 20 മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ജി കെക്ക് വളരെയധികം പ്രാധാന്യം കുറവുള്ള ഒരു എക്സാമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. പ്രാധാന്യം ഇല്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് സാധനവും. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്, ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കില്ല. ഇതിനാണ് നിങ്ങളെ റാങ്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ 70 ദിവസം അടുപ്പിച്ച് നിങ്ങളുടെ കയ്യിലുണ്ട്. 60 ദിവസം നിങ്ങൾ എടുത്താൽ മതി, ബാക്കി റിവിഷൻ എടുത്താൽ മതി. 60 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. വളരെ ഇൻഡെപ്ത് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സയൻസിന് കൊടുക്കുക. കാര്യം സയൻസിൽ നിന്ന് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് വരും. മാത്സിൽ നിന്നും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. നമുക്കതിനെപ്പറ്റി പിന്നെ ഒരു വീഡിയോയിൽ പറയാം. റീസണിങ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പാറ്റേൺസൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അത്രയും മതിയാവും മിക്കവാറും റീസണിങ്ങിന് ഒരു ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ NTPC ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ മാത്സ് അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സെയിം കേസ് തന്നെയാണ് അവിടെയും. NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് അറിയാലോ, അത് എത്ര നിങ്ങൾ നോക്കിയാലും എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും. സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് അവാർഡ്സ്, പിന്നെ മിലിറ്ററി എക്സസൈസ്, സ്ഥിരം ഉണ്ടാകുന്ന സ്റ്റാറ്റിക് രീതിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ GK ആസ് യൂഷ്വൽ ബേസിക് കാര്യങ്ങൾ കവർ ചെയ്യുക. ജോഗ്രഫിയുടെ ബേസിക് കാര്യങ്ങൾ, എക്കണോമിക്സിൻ്റെ ബേസിക് കാര്യങ്ങൾ, നമ്മുടെ 5 ഇയർ പ്ലാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം വരുന്ന സാധനങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. ബാക്കിയുള്ളവർക്ക് എഴുതാൻ പറ്റും, എന്നാൽ നിങ്ങൾക്കും എഴുതാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കവർ ചെയ്യുക. ഓക്കെ, അല്ലാതെ റാൻഡമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു, അത് ഓക്കെ ഒട്ടുമിക്ക ആൾക്കാർ എഴുതാൻ പറ്റാത്ത ക്വസ്റ്റ്യനാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ വിടുക. ബേസിക് കാര്യങ്ങൾ ആദ്യം കവർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിലോട്ടൊക്കെ പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിത് അറിയായിരുന്നു, ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ താമസിയാതെ തന്നെ വരുമെന്ന് നമുക്കറിയായിരുന്നു. എക്സാം ഷെഡ്യൂൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ NCERTയുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ? സയൻസാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 6th സ്റ്റാൻഡേർഡിൻ്റെ സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ CBSE തന്നെ, NCERT തന്നെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, CBSE ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ CBSEക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. ഇതൊക്കെ ടിപ്പിക്കൽ നമ്മുടെ ബാക്കിയുള്ള എക്സാംസിനൊക്കെ പോലെ തന്നെയാണ്. ഇവിടെ സയൻസ് മാത്രമാണ് ഒരു പുതിയൊരു അഡീഷൻ നമുക്ക് വരുന്നത്. ബാക്കി എല്ലാ എക്സാംസിനും സയൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഗ്രൂപ്പ് ഡിയിൽ സയൻസിന് നല്ല ഇമ്പോർട്ടൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ +1 +2 കൂടെ നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അവിടെ നിന്നും വരുന്നുണ്ട് പല എക്സാംസിനും. ഈവൻ PSC ആയാലും അവിടെ നിന്ന് വരുന്നുണ്ട്. +1 +2 എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു 6 തൊട്ട്
12ാം ക്ലാസ് വരെയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് തന്നെ അത് യൂസ് ആവും. ഈ എക്സാമിന് അല്ലെങ്കിൽ മറ്റൊരു എക്സാമിന് യൂസ് ആവും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ NCERT സീരീസിൽ 6th to 12th ആണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി 6th സ്റ്റാൻഡേർഡ് കവറായി. ഇനി 7th തൊട്ടാണ് കണ്ടിന്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങുക. ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സസിൻ്റെ എല്ലാ PDF അവൈലബിൾ ആണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ₹1 പോലും പഠിക്കാനായിട്ട് ഒരിടത്ത് മുടക്കേണ്ട ആവശ്യമില്ല. കംപ്രസ്ഡ് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. കറൻ്റ്ലി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടില്ല. അത് എന്തായാലും പെയ്ഡ് ആയിരിക്കും. കാര്യം ഒരുപാട് എഫേർട്ട് ഇട്ടാലേ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു PDF ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. ഓക്കെ, വലിയ എമൗണ്ടൊന്നും കാണത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. റിവിഷനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുണ്ടോ എന്ന് പറയുക. പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കുക. എത്രയും പെട്ടെന്ന് റിവിഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.